സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അണ്ണാക്കിൽ വെടിപൊട്ടിച്ചിരിക്കുകയാണ് പി ചിദംബരം. നിങ്ങളൊക്കെ കണ്ടു കാണും ചിദംബരത്തിന്റെ കുംഭസാരം കുറ്റസമ്മതം. ഈ കുംഭസാരം കുറ്റസമ്മതത്തിലൊക്കെ അതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആകില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിച്ച ഒരു ദിവസമായിരുന്നു 26/11/2008. രാജ്യ തലസ്ഥാനത്ത് അന്ന് അരങ്ങേറിയ കൊടും ഭീകരർ അഴിഞ്ഞാടിയ ആ ദിവസം മരിച്ച 166 ജീവനുകളുടെ കുടുംബാംഗങ്ങൾ ഇന്ന് കോൺഗ്രസിനെ പച്ചയ്ക്ക് കത്തിക്കുമായിരിക്കാം ഒരുപക്ഷെ പി ചിദംബരത്തിന്റെ വാക്കുകളിലൂടെ. എന്ത് നീതിയാണ് അവർക്ക് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കി കൊടുത്തത്? എന്ത് സ്നേഹവും നീതിയും കരുണയും ദയയുമാണ് കോൺഗ്രസ് സർക്കാർ അവരോട് കാണിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അത് പാവ പ്രധാനമന്ത്രിയായിരുന്നു എന്ന ആരോപണം വലിയ രീതിയിൽ ഉയർന്നു വന്ന സമയമായിരുന്നു. അതായത് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണെങ്കിലും ഭരിക്കുന്നത് മുഴുവൻ സോണിയാഗാന്ധി ആയിരുന്നു. സോണിയാഗാന്ധി പറയുന്നത് മാത്രമായിരുന്നു രാജ്യത്തന്ന് നടപ്പിലാക്കിയിരുന്നത്. പി ചിദംബരം അന്ന് ധനമന്ത്രിയായിരുന്നു. ശിവരാജ് പട്ടേൽ ആയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഈ മുംബൈ ഭീകരാക്രമണ ഭീകരാക്രമണം നടന്ന സമയത്ത് ശിവരാജ് പട്ടേൽ രാജിവെക്കുന്നു. തുടർന്ന് പി ചിദംബരം ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. അന്നുണ്ടായ സംഭവ വികാസങ്ങൾ ഇന്ന് ചിദംബരം തുറന്നു പറയുമ്പോൾ ഈ രാജ്യത്ത് നിന്ന് കോൺഗ്രസിനെ അടിച്ചോട്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ സൈനികർക്ക് ഊർജവും വീര്യവും പകരേണ്ട സമയത്ത് അന്ന് അമേരിക്കയുടെ മുട്ടിലിഴഞ്ഞ സോണിയയും രാഹുലിനെയും കോൺഗ്രസ് സർക്കാരിനെയുമാണ് നമ്മളൊക്കെ കണ്ടത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സർക്കാർ ഇനിയും അധികാരത്തിൽ വന്നാൽ നമ്മളവരെ വിശ്വസിക്കുന്നത്? പഹൽഗാമിൽ 27 സഹോദരങ്ങൾ മരിച്ചപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഇന്ത്യൻ സർക്കാരിനോട് ചോദിച്ചതാണ്, എന്നാണ് നിങ്ങൾ തിരിച്ചടിക്കുന്നത്? ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSകാരനിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യസ്നേഹിയിൽ ഇന്ത്യയിലെ ഓരോ മനുഷ്യനും വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഒരു മതതീവ്ര കലാപത്തിന് ഇന്ത്യയിൽ കോപ്പുകൂട്ടിയപ്പോഴും അതിനെ അനുവദിക്കാതെ ഇന്ത്യൻ സർക്കാർ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്തത്. അന്നൊക്കെ നമ്മൾ ചോദിക്കുമായിരുന്നു, എന്നാണ് പാകിസ്ഥാന് നമ്മളുടെ 27 സഹോദരങ്ങളുടെ ജീവന് മറുപടി കൊടുക്കുന്നത് എന്ന്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ സഹോദരിമാരുടെ, കാരണം അവിടെ മരണപ്പെട്ടത് ഓരോ സഹോദരങ്ങളുമാണ്, അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ച പാക് ഭീകരർക്ക് ആ സ്ത്രീകളെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിച്ച് സൈനികരുടെ വീര്യവും ഊർജവും അവരുടെ ആത്മാഭിമാനവും എല്ലാം പാക് ഭീകര കേന്ദ്രങ്ങളെ ആക്രമിപ്പിച്ചുകൊണ്ട് ആക്രമണത്തിലാക്കി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കൃത്യമായി നിലപാട് സ്വീകരിച്ചു. അതാണ് നരേന്ദ്രമോദി. സറണ്ടർ നരേന്ദ്ര എന്നല്ല ട്രംപ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി അന്ന് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും പി ചിദംബരവും അടക്കം അമേരിക്കയുടെ കാല് നക്കിയ കാഴ്ചയാണ്. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞ കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. നിങ്ങൾക്ക് എന്ത് രാജ്യസ്നേഹമാണ് ഇന്ത്യയോടുള്ളത്? നിങ്ങൾക്ക് എന്ത് കടപ്പാടാണ് ഇന്ത്യയോടുള്ളത്? നിങ്ങളൊരു ഇറ്റലിക്കാരിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്നത് ഇറ്റലിയുടെ രക്തമാണ്, അല്ലാതെ ഇന്ത്യൻ രക്തമല്ല. ഇന്ത്യൻ സ്നേഹമല്ല, ഇറ്റലി സ്നേഹമാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ 166 ജീവനുകൾ മുംബൈ ഭീകരാക്രമണത്തിൽ എടുത്തപ്പോൾ US സെക്രട്ടറി ആയിരുന്ന കൊണ്ടലീസ റൈസ് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടത് എന്തിനാണ് എന്നുള്ളതാണ്. എന്തിനാണ് ഇന്ത്യൻ സൈന്യം തിരിച്ച് ആക്രമിക്കാം അല്ലെങ്കിൽ തിരിച്ചവർക്ക് മറുപടി നൽകാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അത് വേണ്ട എന്ന് പറഞ്ഞത്? അതായത് ഇന്ത്യൻ സൈനികർ പോലും അന്ന് നിങ്ങൾക്ക് നേരെ ഒരുപക്ഷെ ആർജവത്തോടെ ചോദ്യം ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ കൈകൾ നിങ്ങൾ കെട്ടിവച്ചിരുന്നു. ആ നിങ്ങളാണ് ഇപ്പോൾ പറയുന്നത്, ആ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ പറയുന്നത് നരേന്ദ്രമോദി സറണ്ടറായി എത്ര റഫേൽ വിമാനങ്ങൾ തകർത്തു എന്ന് നിങ്ങൾ പറയണം. പാകിസ്ഥാന് ഒറ്റിക്കൊടുക്കാനാണോ നിങ്ങൾ ഈ ചോദ്യം ഇന്ത്യയോട് ചോദിക്കുന്നത്? ഇത് ഓരോ ഇന്ത്യക്കാരനും
കോൺഗ്രസ്സുകാരനോട് ചോദിക്കേണ്ടതാണ്. നമ്മുടെ ആത്മരോഷം ആളിക്കത്തേണ്ട സമയമാണിത്. ഒരു മാധ്യമ പ്രവർത്തകയാണ് ഞാൻ, എനിക്കറിയാം ഞാൻ ആത്മരോഷം നിയന്ത്രിക്കേണ്ട സമയമാണ്. പക്ഷേ അവിടെ മരിച്ച 166 പേരുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവർ ഇതിന് തിരിച്ചടി നൽകിയാൽ പോയവർ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കും. ഇല്ല. പക്ഷേ അവർക്കൊരു ആത്മാഭിമാനമെങ്കിലും ഉണ്ടാകും. നമ്മളെ അടിച്ചതിന്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ എടുത്തതിന് തിരിച്ചവർക്ക് മറുപടി നൽകി എന്നുള്ളത്. ഇവിടെ മറുപടി നൽകാതെ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാനെ തിരിച്ചടിക്കണ്ട എന്ന തീരുമാനം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ രാഹുൽ ഗാന്ധിയുടെ, സോണിയാഗാന്ധിയുടെ ഒക്കെ കോൺഗ്രസ് സ്നേഹം. ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ജയിച്ചപ്പോൾ മൗനമായിരിക്കുന്ന രാഹുൽ ഗാന്ധി അന്ന് എത്ര റഫേൽ വിമാനങ്ങൾ അടിച്ചിട്ടു, എത്ര എണ്ണം ഇന്ത്യയുടെ നഷ്ടമായി എന്ന് ചോദിച്ച് ഇരിക്കാൻ വേണ്ടാത്തിടത്ത് കാര്യങ്ങൾ ചോദിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വൃത്തികെട്ട ചിന്താഗതി അത് മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി ഇന്ത്യയെ സ്നേഹിക്കുന്നില്ല, സോണിയാഗാന്ധി ഇന്ത്യയെ സ്നേഹിക്കുന്നില്ല, പ്രിയങ്ക ഗാന്ധി ഇന്ത്യയെ സ്നേഹിക്കുന്നില്ല. ഇവരാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇതിനപ്പുറം ഒരു കോൺഗ്രസ് ഇല്ലല്ലോ. ആ കോൺഗ്രസ്സുകാർ ഇന്ത്യയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് പി ചിദംബരം പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അനൂപ് ആന്റണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: 2008 മുംബൈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നൽകാൻ രാജ്യമൊട്ടാകെ അന്ന് പൊതുവികാരമുയർന്നിട്ടും സർവസജ്ഞമായ സൈന്യമുണ്ടായിട്ടും അന്നത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പോലും അനുകൂല നിലപാടുണ്ടായിരുന്നിട്ടും അതിനു മുകളിലുള്ള ചിലർ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് പാക് നിലപാട് എടുത്തു. അന്ന് പാക് അനുകൂല നിലപാടെടുക്കാൻ UPA സർക്കാരിന് മേൽ അമേരിക്ക ഉൾപ്പെടെ നടത്തിയ സമ്മർദ്ദത്തെക്കുറിച്ച് അന്നത്തെ കേന്ദ്രമന്ത്രി പി ചിദംബരം തന്നെ ഇപ്പോൾ തുറന്നു പറയുകയാണ്. സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്തി അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞ ഇതേ കോൺഗ്രസ് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്തത്. ഇവരാണ് പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്തുന്ന മോദി സർക്കാരിന് രാജ്യസുരക്ഷയിൽ ക്ലാസ് എടുക്കാൻ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യം ഏത് നിലയിലേക്കാണ് അധപ്പതിച്ചത് എന്നുള്ളത്. 2008 2014 വരെ അമേരിക്കൻ സർക്കാരിന് വഴങ്ങി പാകിസ്ഥാന് മുന്നിൽ നട്ടല് വളച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അടിക്കുമ്പോൾ, ഇന്ത്യയിലെ ഓരോ ജീവനുകളും പാകിസ്ഥാൻ എടുക്കുമ്പോൾ അതൊക്കെ നോക്കി നിന്നുകൊണ്ട് ആനന്ദിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ 2008 കണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ബലാക്കോട്ട് ആക്രമണത്തിന്, ഉറിയില്, പുൽവാമയില് ഒക്കെ നമ്മൾ തിരിച്ച് മറുപടി കൊടുത്തതാണ്. അന്നൊക്കെ നമ്മൾ, അതായത് മോദി സർക്കാർ ഒരുപാട് പഴി ഇന്ത്യൻ കോൺഗ്രസിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് പഴി. പാകിസ്ഥാന് മുന്നിൽ നമ്മൾ നട്ടല് വളക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുത്ത നരേന്ദ്രമോദി സർക്കാർ അന്ന് രാഷ്ട്രീയമായി ഒരുപാട് തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്ക പറഞ്ഞത് ഇന്ത്യ കേൾക്കാത്തതിന്റെ ഫലമായാണ് ഇന്ത്യക്ക് മേൽ 50% തീരുവ അമേരിക്ക ഉയർത്തിയത്. അതായത് മധ്യസ്ഥത വഹിച്ചത് താനാണ് എന്ന് പറയാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും ഒന്ന് പോടാ, ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് നല്ല കഴിവുണ്ട്, ഞങ്ങളുടെ ജനങ്ങളെ തൊട്ടിട്ടുണ്ട് എങ്കിൽ അവനൊക്കെ കൃത്യമായ മറുപടി നൽകാൻ ഞങ്ങൾക്കറിയാം. 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. കൊടും ഭീകരനായ മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളെയാണ് ഇന്ത്യ തീർത്തത്. അടുത്ത് ഉന്നം വച്ചിരിക്കുന്നത് മസൂദ് അസറിനെയാണ്. മാത്രമല്ല നൂർഖാൻ എയർബേസ്, കിരാന ഹിൽസ് അടക്കം ഇന്ത്യ തൊട്ടപ്പോഴാണ് അമേരിക്കയ്ക്ക് കൊണ്ടിളകിയത്. കാരണം അമേരിക്ക പറഞ്ഞിട്ടും ഇന്ത്യ തല താഴ്ത്തിയിട്ടില്ല, നട്ടല് വളച്ചിട്ടില്ല. അവിടെയാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയാണ് 2008 പി ചിദംബരം ഇന്ന് കുറ്റസമ്മതം നടത്തുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചെയ്തത് തെറ്റായിപ്പോയി. ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യം തകർത്തു. മരിച്ച ജനങ്ങൾക്ക് ഒരു പുല്ലുവില പോലും കോൺഗ്രസ് സർക്കാർ നൽകിയില്ല. എന്നിട്ട് ആ സർക്കാർ പറയുകയാണ് നരേന്ദ്രമോദി പാകിസ്ഥാന് മുന്നിൽ മുട്ടിലിഴയുകയാണ്, അമേരിക്കയ്ക്ക് മുന്നിൽ നരേന്ദ്രമോദി സറണ്ടർ ആവുകയാണ്. നാണമില്ലേ കോൺഗ്രസ്? നിങ്ങൾക്ക് നാണമില്ലേ?
ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇനി അധികാരത്തിൽ വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഭരിച്ചാൽ ഈ രാജ്യം ശത്രു രാജ്യങ്ങൾക്ക് ഒറ്റിക്കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് പച്ചയായി തന്നെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്.